നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. പിള്ളേച്ചനിങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. മുഖ്യമന്ത്രി നിങ്ങള് കുടുങ്ങും. ഇത് കണിയല്ല, കെണിയാ. കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാനിന്ന് KSFE മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു. KSFE മാനേജിംഗ് ഡയറക്ടറെ PA ആണ് ഫോൺ എടുത്തത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത് അല്ലേ? സപ്പോസ് 20,000 ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം. അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFEക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFEയുടെ പൈസയാണ്. ദൈവമേ, ആരുടെ മയ്യത്ത് കാവലിരുന്നവനാണോ പിടിച്ച് എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത്? അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFEയുടെ പദ്ധതിയാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് KSFEക്ക് ഇത് സഹായിച്ചത് എന്നുള്ളതാണ്. ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത്. കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതൊക്കെ സന്തോഷം. പക്ഷെ KSFEക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്നാ തീരുമാനിച്ചത്? KSFE ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത്? സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ 47,000 കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം. നീ ഞങ്ങളെ നാടിന്റെ മുത്താടാ, മുത്ത്. ചുരുക്കം പറഞ്ഞാൽ എന്റെ ദാസ മുഖ്യമന്ത്രി, നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി, പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെ വിഡ്ഢികളാക്കി, പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടിപ്പോകാമെന്നൊന്നും വിചാരിക്കേണ്ട. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് KSFEക്ക് കൊടുത്ത 81.43 കോടി രൂപ എടുത്തുവെച്ച് KSFE കുട്ടികൾക്ക് ലോൺ കൊടുത്തു. ലോൺ കൊടുത്ത തുക KSFEയിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു. മേടിച്ച ലാപ്ടോപ്പ് ഒക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് ഈ വീഡിയോയിൽ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, വായി തോന്നുന്ന വിവരക്കേടും വന്ന് ഈ കമന്റ് ഇടാതെ. പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ചു മേടിച്ച് KSFEയിലേക്ക് എത്തിച്ചിട്ട് KSFE പൈസ എന്തുകൊണ്ട് തിരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താടാ ബാല ചാടണേ? മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ശരിക്കും തട്ടി. അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ്, വിവരക്കേടാണ്, വിഡ്ഢിത്തരമാണ്. കുടുങ്ങണം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റു ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ്, ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എവിടെ പോയി 81.43 കോടി രൂപ KSFEക്ക് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിൽ നിന്നുള്ള കൃത്യമായ മറുപടി, ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ്, വിവരക്കേടാണ്. പറഞ്ഞത് വളരെ കറക്റ്റ്. പിന്നെ 1 ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കാനാ. കുറെ അന്തം കമ്മികൾ ഇനിയും വരുമല്ലോ. നീ പൈസ കൊടുത്തില്ലല്ലോ, നീ പൈസ കൊടുത്തിട്ട് തന്നെ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ പണം എന്തായാലും എവിടോട്ട് പോകണമെന്ന് എനിക്ക് അറിയണമല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു 6 മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ടുമുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാൽ പറയും, പണം കൊടുക്കാത്ത നീ എന്തിനാണ് പ്രതികരിക്കുന്നത്? മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും. എന്റെ കൂടെ പൈസ പോയതാ, ഞാനും എന്റെയും കൂടെ പൈസ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാൻ ഒരു തീരുമാനമെടുത്തതും കാണാം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ